എഴുതി വാങ്ങിയിട്ടില്ല എങ്കിൽ പോലും ഇന്ന് വരെ ഇതിനെതിരായിട്ടൊരു കാര്യങ്ങൾ പറയുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഇന്റർനാഷണൽ കോൺഗ്രസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വത്ത് നമുക്ക് സംഭാവന ചെയ്തതുപോലെ ഇപ്പോൾ നിലവിൽ തന്നിരിക്കുന്നതായിരുന്നു. അവരുമായിട്ടുള്ള ഒരു അടുപ്പവും അതുകൊണ്ട് അവരുടെ ഫാമിലിയുമായിട്ടൊക്കെ വളരെയധികം അടുത്ത ഒരു വലിയ നഷ്ടമായി തന്നെ കണക്കാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നമുക്ക് ശാന്തി കിട്ടട്ടെ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. യോഗത്തിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജെ മത്തു, സമ്മേളനമുള്ള ബൈബിളിക്കൊണ്ട് വിനോദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സുഹൃത്തുക്കളെ, രാവിലെ അതിനോടനുബന്ധിച്ച് വീട്ടില് പ്രാർത്ഥനയും അതിനുശേഷമാണ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഇന്റർനാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ഇവിടെ അനുസ്മരണ സമ്മേളനം നടക്കുന്നത്. ഇനി പിരിപ്പിനെ സംബന്ധിച്ച് വ്യക്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ ശ്രീ ജെയ്സണിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ക്ഷണിച്ചു. പ്രിയമുള്ള സഹപ്രവർത്തകർ, നാം ഏവരുടെയും ഏറ്റവും അടുത്ത സുഹൃത്ത് ബെന്നി ഫിലിപ്പിന്റെ വേർപാടിന്റെ വേദന അതികഠിനമായ വേദനയാണ്. സ്നേഹബന്ധങ്ങൾ എത്ര ശക്തമോ വേർപാടിന്റെ വേദന അതനുസരിച്ച് കൂടുതൽ ശക്തിയുള്ളതാണ്. അതേപോലെ വേർപാട് അകാലത്തിലാകുമ്പോൾ, ബെന്നി ഫിലിപ്പിന്റെ വേർപാട് അകാലത്തിൽ തന്നെയാണ്, ആ വേർപാടിന്റെ വേദന വർദ്ധിക്കുകയാണ്. ഇനി അടുത്ത കാലത്ത് ദേവസ്യ പറശ്ശേരിയും അതുപോലെ ഇവിടെ ഇരുന്നപ്പോൾ എന്നെ മറിച്ചുകൂടി കാര്യങ്ങൾ ഓർമ്മിക്കുകയായിരുന്നു. ഊർജ്ജസ്വലമായ നേതൃത്വം നൽകിയ സഹപ്രവർത്തകൻ, അതായിരുന്നു സുഹൃത്ത്, അതായിരുന്നു ശ്രീ ബെന്നി ഫിലിപ്പ്. അദ്ദേഹം എന്തായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതാണ്. ഏറ്റവും ബുദ്ധിശക്തിയുള്ള, പൂർണ്ണബുദ്ധിയുള്ള, നർമ്മശേഷിയുള്ള, പ്രശ്നങ്ങൾക്ക് പരിഹാര നിർദ്ദേശങ്ങൾ നൽകാനുള്ള പ്രായോഗിക ചിന്തയും ശക്തിയുമുള്ള ഒരു നേതാവായിരുന്നു. അഭിപ്രായങ്ങൾ ഇവിടെ നേരത്തെ ചാക്കോ സാർ പറഞ്ഞതുപോലെ ആരുടെ മുന്നിൽ വെട്ടിത്തുറന്ന് പറയാൻ ഉള്ള അദ്ദേഹത്തിന്റെ നിലപാട് വളരെയേറെ ശക്തമായിട്ടൊരു നിലപാട് തന്നെയായിരുന്നു. സജീവമായിട്ടൊരു പ്രവർത്തകൻ. ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി, അതുപോലെ തന്നെ ബാങ്ക് ഭരണസമിതി അംഗമായി, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റായി, ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹിയായി എല്ലാം സജീവമായി പ്രവർത്തിച്ചു. തെരഞ്ഞെടുപ്പുകളുടെ പ്രവർത്തന രംഗത്ത് ബെന്നിക്കുണ്ടായിരുന്ന ഒരു പ്രത്യേക ചാതുര്യം, പ്രത്യേകമായിട്ടുള്ള കഴിവായിരുന്നു. എന്നോട് ചള്ളിയിലെ ഇലക്ഷനിൽ ആ ബൂത്തിൽ ഇത്ര വോട്ട് കിട്ടും ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കൃത്യമായ കണക്കായിരുന്നു. ജനങ്ങളുമായിട്ടുള്ള ബന്ധം, വീടുകളുമായിട്ടുള്ള ബന്ധം വിലയിരുത്തൽ എന്ന് കൃത്യമായിട്ട് മുൻകൂട്ടി പറയാൻ സാധിക്കുന്ന ഒരു ബുദ്ധിശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് വളരെയേറെ മുതൽക്കൂട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഈ ഓഫീസിന്റെ നിർമ്മാണ ഘട്ടത്തിലെല്ലാം അദ്ദേഹം എല്ലാവരെയും ചലിപ്പിക്കാൻ, എല്ലാവരെയും കൂടെ നിർത്താൻ സാധിക്കുന്ന ഒരു വലിയ കോർഡിനേറ്റർ തന്നെയാണ് ബെന്നി. ആ വേർപാടിൽ വലിയ വേദന സിന്ധുവിനും മക്കൾക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും എല്ലാം ഉണ്ട്. ഞാൻ ഓർമ്മിക്കുന്നു, ആ ദിവസം ജനങ്ങളെ സംബന്ധിച്ച് അഭൂതപൂർവമായ ഒരു സഞ്ചയമായിരുന്നു. വളരെ മനോഹരമായിട്ട് ആ ചടങ്ങുകൾ, അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര ക്രമീകരിക്കാൻ നമ്മുടെ പാർട്ടി നേതൃത്വത്തിന് ജെയ്സനും പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു കുര്യാച്ചനും എല്ലാവരും ചേർന്ന് വളരെ, ജനങ്ങളുടെ ബൂത്ത് കമ്മിറ്റിയും എല്ലാവരും ചേർന്ന് വളരെ, അന്ന് അച്ഛൻ പള്ളിയിൽ അച്ഛൻ പറഞ്ഞത് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞ് ഓർമ്മിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് പ്രവർത്തകർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞ്, അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും ശിവസേനയിലേക്കുള്ള നടത്തത്തിൽ എല്ലാവരും ജനങ്ങളുടെ ആയിരക്കണക്കിന് ജനങ്ങളുടെ കൂടെ നമ്മളും പങ്കുചേർന്ന് ഓർമ്മിക്കുകയാണ്. ആ വേർപാടിന്റെ വേദന വളരെ വലുതാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കാൻ എല്ലാ കാലത്തും നിലനിർത്താൻ സാധിക്കുന്ന സ്മാരകങ്ങൾ ഏറ്റവും അത്യാവശ്യമാണ്. ആവേശത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു
കാലഘട്ടമാണ്. രാഷ്ട്രീയ എതിരാളികൾ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാം വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നു. ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിട്ട് നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ്. അവിടെ വെന്നിയുടെ ഓർമ്മകൾ നമുക്ക് കൂടുതൽ കരുത്ത് പകരും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ ഒരിക്കൽ കൂടി ആ സഹോദര തുല്യമായ സ്നേഹിതനെ ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ച് അനുസ്മരണ സമ്മേളനം വളരെ ഹൃദ്യമായിട്ട് സംഘടിപ്പിച്ച മണ്ഡല കമ്മിറ്റിയും മറ്റു സഹപ്രവർത്തകർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞ് ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. ജയ് ഭാരത്.